പ്രണയത്തെ പറ്റി പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും ഈ ഫെബ്രുവരി 14 എല്ലാവരും നമ്മൾ ആഘോഷിക്കുകയാണ് വാലന്റൈൻസ് ഡേ. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും പ്രണയം എൻ്റെ മ്യൂസിക്കിനോടാണ്. മ്യൂസിക് ഈസ് മൈ ഫസ്റ്റ് ലവ് ആൻഡ് മൈ വാലന്റൈൻ. ഇത് രണ്ടുമാണ് പേഴ്സണലി എൻ്റെ പ്രണയം. നമുക്ക് ഏതെങ്കിലും ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു ലവ് എന്നൊരു ഫാക്ടർ തോന്നണമെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് അതിൽ അഫക്റ്റ് ചെയ്യണം. നമ്മൾ അതിനെപ്പറ്റി മാത്രം ചിന്തിക്കുക, അല്ലെങ്കിൽ വേറൊരു ചിന്തയില്ലാതെ നമ്മൾ അതിനെ മാത്രം ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്കത്. അപ്പോൾ പാട്ടെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും അതിനെ മാത്രമേ ഉള്ളൂ ചിന്ത. എനിക്ക് വേറൊന്നും ഇല്ല, ചിന്തിക്കാനത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമുക്കൊരു ലവ് ഫാക്ടർ എന്ന് പറഞ്ഞൊക്കെ തോന്നുന്നത്. എൻ്റെ വാലന്റൈനെ പറ്റി ഞാൻ ആദ്യമായിട്ടാണ് ഒരു മീഡിയയിൽ അല്ലെങ്കിൽ പുറത്ത് പറയുന്നത്. എന്താ പറയുക, അവൾ എൻ്റെ സെയിം കോളേജിൽ എൻ്റെ ജൂനിയറാണ്, ഗാഥ സിദ്ധാർത്ഥൻ. അപ്പം ഞങ്ങൾ ഇപ്പം 3-4 ഇയേഴ്സായിട്ട് റിലേഷനിലാണ്. ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ അവൾ വന്നതിന് ശേഷമാണ് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ചത്. പാട്ടാണെങ്കിലും ഞാൻ ഫിലിമിൽ പാടുന്നതാണെങ്കിലും എല്ലാം അവളുടെ ഒരു ഗൈഡൻസും കൂടി ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചു. ഇത് ഇങ്ങനെ ഒരു ഗാഥ ഇങ്ങനെ കണ്ടതിന് ശേഷം ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഈ വർഷം ഞങ്ങളുടെ മാരേജാണ്. അപ്പോൾ അതുവരെ എത്തി നിൽക്കുകയാണ്. എന്തായാലും ഇത് കാണുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷനിലുള്ള എല്ലാവർക്കും അങ്ങനെയൊക്കെ ആയി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ലൈഫ് അനുസരിച്ച് ഞാൻ തീരുമാനിച്ച പോലെയൊന്നുമല്ല നടന്നിരിക്കുന്നത്. അപ്പം ഫിലിമിൽ കയറുന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അങ്ങനെ ഇത്തരം പാട്ടുകൾ പാടുന്നോ, ഇത്ര നല്ല നല്ല വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. അപ്പം ഇതൊക്കെ നമ്മൾ ലൈഫിൽ ഒന്നും വിചാരിക്കാതെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ ഒരു ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ. അവളെ ഞാൻ കണ്ടുമുട്ടി, അൺഎക്സ്പെക്റ്റഡായിട്ട് ഞങ്ങൾ പ്രണയത്തിലായി. അത് എന്ത് അട്രാക്ഷൻ എന്നിപ്പോൾ ഒരു ചോദ്യം വന്നിരുന്നു എനിക്ക്. അട്രാക്ഷൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് പറയാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞ പോലെ ഒരു ഫീലാണ് ഒരാളുടെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് കൂടുതലും തോന്നിയത് എന്നെ ഭയങ്കര കെയറിങ് ആണ്, എൻ്റെ ടൈപ്പ് സ്വഭാവമാണ്, പിന്നെ ഒരു കളിയും ചിരിയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരാളായതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. കാരണം ഞാൻ ഒരുപാട് സീരിയസ് ആയിട്ടുള്ള അങ്ങനെ ഒരു ലൈഫുള്ള ഒരാളല്ല. വളരെ ചിൽ ആയിട്ട് ഒക്കെ പോകുന്ന ഒരാളാണ്. അപ്പം എനിക്ക് പറ്റിയ ഒരാളാണെന്ന് എനിക്ക് തോന്നി. അതുപോലെ എൻ്റെ പാട്ടിനെയും ഒരുപാട് ആൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവൾ ഒരുപാട് ഇപ്പോൾ നന്നായിട്ട് പറയും. മോശമായിട്ട് പാടിപ്പോയി കഴിഞ്ഞാൽ അത് ശരിയായില്ല, അവിടെയൊക്കെ ഒന്നും കൂടി ശ്രദ്ധിക്കായിരുന്നു എന്നൊക്കെ പറയും. അപ്പം മൊത്തത്തിലൊരു എന്താ പറയുക, പിന്നെ എൻ്റെ അമ്മയെ പോലെയൊക്കെയാണ്. അമ്മയുടെ ഒരുപാട് ക്യാരക്ടേഴ്സും സാമ്യമുണ്ട്. അപ്പം മൊത്തത്തിൽ എനിക്ക് അവളെ വലിയ ഇഷ്ടപ്പെട്ടു. അവൾക്ക് അതുപോലെയൊക്കെ തന്നെ ആയിരിക്കണം. എന്തായാലും അങ്ങനെയൊക്കെ ഇതുവരെ എത്തിച്ചേർന്നു. ഗാഥയ്ക്ക് ഞാൻ പാടിയിട്ടുള്ള പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടം അനാർക്കലി മൂവിയിൽ ഞാൻ പൃഥ്വിരാജിന് വേണ്ടി പാടിയ പാട്ട് വാനം ചായയുമാണ്. എന്തായാലും ഞാൻ അവൾക്ക് ഒരുപാട് പാടി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അത് പാടാം. വാനം ചായും തീരം താരാട്ടും കാലം മൂളും താരം കാതോർക്കും അഴൽ പോലവൾ എന്നിൽ വല നെയ്തൊരു സ്വപ്നം മിഴിമൂടുമി നേരം ഇരുൾ വീശുമി നേരം മാറുമോ കനൽ കാർമേഘം വാനം ചായും തീരം താരാട്ടും കാലം മൂളും താരം കാതോർക്കും. അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാണ്. എല്ലാവരും അവരവരുടെ ലവേഴ്സിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ നല്ല നല്ല ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഒരു ലവ് സോങ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഓമനിച്ചുമ്മ വയ്ക്കുന്നൊരിഷ്ട നോവാണ് പ്രണയം,
തൂവയിൽ തൊട്ടൊരുങ്ങുന്ന വെണ്ണിലാവാണ് പ്രണയം. Fall in love, fall in love, fall in love, fall in love. എന്തു തോന്നുന്നു നിൻ മനസ്സാരോ തൊട്ടുവെന്നോ കൊഞ്ചി നിൽക്കുന്നു നീ വെറുതെ ആരോടോ മെല്ലയെന്നോ മിണ്ടലും പേരു ചൊന്നാ തോന്നലും ഒന്നു കാണാൻ മിന്നലും പറയാം ഇതു നിൻ പ്രണയം ഹേ എന്നു നിന്നും മിണ്ടലും പേരു ചൊന്നാ തോന്നലും ഒന്നു കാണാൻ എങ്ങലും പറയാൻ ഇതു നിൻ പ്രണയം. ഓക്കെ, അപ്പോൾ എൻ്റെ ബാച്ചിലർ ലൈഫിലെ ലാസ്റ്റ് വാലന്റൈൻസ് ഡേ സെലിബ്രേഷനാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ നിർണായകം, വളരെ വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. എന്താ പറയുക, ഈ പ്രാവശ്യം ഞങ്ങൾ എവിടെയെങ്കിലും പുറത്ത് പോകണം. സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഭയങ്കര സംഭവങ്ങളൊന്നുമില്ല. എവിടെയെങ്കിലും പുറത്ത് പോകണം, ഏതെങ്കിലും ഒരു മൂവി കാണണം, പിന്നെ ആൻഡ് സ്പെഷ്യലി ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. അതാണ് എല്ലാവരുടെയും ഒരു വാലന്റൈൻസ് ഡേക്ക് സ്പെഷ്യലായിട്ട്. പിന്നെന്താ, പിന്നെ പൂവൊക്കെ പണ്ടേ കൊടുത്തു കഴിഞ്ഞു. അതൊക്കെ ഇനിയിപ്പോൾ ഒന്നും കൊടുക്കാനില്ല. അതൊക്കെ തന്നെ. അങ്ങനെ അല്ലാതെ വലിയ 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 സംഭവങ്ങളൊന്നുമില്ല. സിമ്പിൾ ആൻഡ്